Good morning, all. We were discussing about emerging areas of business in the service sector. അതിൽ വരുന്നത് ടൂറിസം, IT, ഹെൽത്ത് കെയർ, MT, BPO, KPO, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇത്രയായിരുന്നു. ഇതിൽ MT അഥവാ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഇസ് BPO. BPO മീൻസ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എ ഫേം ടേക്സ് ദ കോൺട്രാക്ട് ഓഫ് പെർഫോമിംഗ് സ്പെസിഫിക് ഓപ്പറേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ നമ്മൾ പുറത്തുള്ള ഒരു ബിസിനസ് ഫേമിന് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി ആണെന്ന് വിചാരിക്കുക. ആ മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിക്ക് ഒത്തിരി അധികം പാർട്സ് ആവശ്യമല്ലേ മൊബൈൽ ഉണ്ടാക്കാൻ. ലൈക്ക് മൊബൈലിൻ്റെ ചാർജർ വേണം, മൊബൈലിൻ്റെ ബോഡി, പ്ലാസ്റ്റിക് ബോഡി അല്ലെങ്കിൽ മെറ്റാലിക് ബോഡി വേണം, അതിൻ്റെ ബാറ്ററി സെൽസ് വേണം, ക്യാമറ റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനെ സ്ക്രീൻ ഡിസ്പ്ലേ, അങ്ങനെ പല പല ഫീച്ചേഴ്സ് ഒരുമിച്ചായിരിക്കും ഒരു മൊബൈൽ ഫോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പല പാർട്സുകളുണ്ട് അല്ലെങ്കിൽ പല ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ഒരു കമ്പനി തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നത് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ മേ ബി ചാർജർ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് പാർട്സിൻ്റെ പ്രൊഡക്ഷൻ പുറത്തുള്ള ഒരു കമ്പനിക്ക് കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്സോഴ്സിങ്. കിട്ടിയോ? ഇറ്റ് ഹെൽപ്സ് ബിസിനസ് ഹൗസസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ടൈം. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കാം. അപ്പോൾ സമയം ലാഭിക്കാൻ പറ്റും, കുറച്ച് കോസ്റ്റും ലാഭിക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ മൊബൈലിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിന് വേറൊരു കമ്പനി അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ചാർജറോ അല്ലെങ്കിൽ ഹെഡ്സെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സമയമൊക്കെ ലാഭിക്കാം. Then, if the organization is not having the sufficient expertise or competent people to perform that function, it will be better to do BPO service. ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഈ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പീപ്പിൾ ഇല്ല, എംപ്ലോയീസ് ഇല്ല എങ്കിൽ അത് പുറത്തൊരു കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഈ കസ്റ്റമർ കെയർ സർവീസൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് കാണാറുണ്ട്. കാര്യം കസ്റ്റമർ കെയർ എന്ന് പറയുന്നതും ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു പാർട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വന്തം കമ്പനിയിലെ സ്റ്റാഫിന് പകരം വേറൊരു കമ്പനിയിൽ BPO സർവീസായിട്ട് ഈ കസ്റ്റമർ കെയർ സർവീസൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട് സാധാരണ. ഫീച്ചേഴ്സ് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, ആ കോൺട്രാക്റ്റ് വഴി ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ അഥവാ ഫങ്ഷൻ വേറൊരു ഔട്ട്സൈഡ് ഏജൻസിക്ക് നമ്മൾ കൊടുക്കുന്നു. ഇതുകൊണ്ട് ഓപ്പറേഷൻ കോസ്റ്റും ടൈമും കുറയ്ക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തോട്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയാസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് മീൻസ് ബിസിനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. നൗ ഒബ്ജക്റ്റീവ്സ് ഓഫ് BPO. ഈ BPOയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒന്നാമത്തത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുക, അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുക, സ്ട്രെങ്ത് ഓഫ് ദ വർക്ക് ഫോഴ്സ് കുറയ്ക്കുക. സ്ട്രെങ്ത് ഓഫ് ദ വർക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാര്യം ഔട്ട്സോഴ്സ് ചെയ്യാൻ നേരത്തെ ഇവിടെ അത്ര എംപ്ലോയീസിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല എന്ന് തോന്നുന്ന എംപ്ലോയീസിനെയൊക്കെ പിരിച്ചുവിടാനും വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാനും സാധിക്കും. ക്വാളിറ്റി ഓഫ് ബിസിനസ് ഓപ്പറേഷൻ കൂടുന്നു. ബിക്കോസ് പുറത്തുള്ളൊരു ഏജൻസി അല്ലെങ്കിൽ പുറത്തുള്ളൊരു കമ്പനിയാണ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ മാക്സിമം എഫിഷ്യൻ്റായിട്ട് അത് ചെയ്യാനേ നോക്കത്തുള്ളൂ. നമ്മൾ ബാക്കിയുള്ള പെൻഡിങ് വർക്ക്സ് നമ്മളും എഫിഷ്യൻ്റായിട്ട് ചെയ്യും. സോ ഓവറോൾ എഫിഷ്യൻസി കൂടും. അതുപോലെ നമുക്ക് കോർ ഏരിയാസിൽ ബിസിനസ്സിന് കോർ ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. ലൈക്ക് പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരാനും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ കൂടുതൽ റിസർച്ചിലൊക്കെ ഏർപ്പെടാനൊക്കെ പറ്റുന്നു. നൗ ടൈപ്സ് ഓഫ് BPO. ഈ പറഞ്ഞ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്
6 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തേത് ഫ്രണ്ട് ഓഫീസ് ഔട്ട്സോഴ്സിങ്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് തന്നെ എന്താ? ഒരു എക്സ്റ്റേണൽ ബിസിനസ് ഫംഗ്ഷനാണ്, കസ്റ്റമർ റിലേറ്റഡ് സർവീസാണ് അല്ലേ. ഫ്രണ്ട് ഓഫീസിൽ കസ്റ്റമേഴ്സ് അല്ലേ സാധാരണ വന്ന് എൻക്വയറീസ് നടത്താറ്. അപ്പോൾ അത് ഡയറക്റ്റ് എൻക്വയറീസും ആകാം, ഫോൺ വഴിയുള്ള എൻക്വയറീസും ആകാം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഓഫീസ് ഔട്ട്സോഴ്സിങ്ങിൽ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ ഫങ്ഷൻസ്, ബിസിനസ്സുമായി ഉള്ള കോറല്ല, എക്സ്റ്റേണൽ ഫങ്ഷൻസിനെ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയാനാണെങ്കിൽ കസ്റ്റമർ റിലേറ്റഡ് സർവീസസ്, ഫോൺ കോൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസിൻ്റെയൊക്കെ സംഭവങ്ങൾ, റിപ്പയറിങ്, അങ്ങനെ കസ്റ്റമർ റിലേറ്റഡ് സർവീസുകൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ബാക്ക് ഓഫീസ് ഔട്ട്സോഴ്സിങ്. ഇതെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ബിസിനസ് ഫങ്ഷൻസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. അതായത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, ലൈക്ക് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് മാൻ പവർ, അക്കൗണ്ടിങ് എക്സെട്ര. ഓക്കെ. മൂന്നാമത്തേത് ഓഫ് ഷോർ ഔട്ട്സോഴ്സിങ്. ഓഫ് ഷോർ ഔട്ട്സോഴ്സിങ് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ഏത് രാജ്യത്താണോ, ഏത് ഹോം കൺട്രിയിലാണോ അതിൻ്റെ പുറത്ത്, അതായത് പുറത്തുള്ള വേറെ ഫോറിൻ ആയിട്ടുള്ള ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ അതിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പറയുന്നത് പുറത്തുള്ളൊരു രാജ്യത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡൂയിങ് ഓഫ് IT റിലേറ്റഡ് വർക്ക് ഓഫ് എ US കമ്പനി ഇൻ ഇന്ത്യ. ഒരു US കമ്പനിയുടെ ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഇന്ത്യക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക, അതുപോലത്തെ എക്സാമ്പിൾസൊക്കെ. ദെൻ നിയർ ഷോർ ഔട്ട്സോഴ്സിങ്. നിയർ ഷോർ എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള, അത്യാവശ്യം തീരെ അടുത്തുള്ള കൺട്രീസ് തമ്മിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെയാണ് നിയർ ഷോർ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അമേരിക്കയിലുള്ള ഒത്തിരി കമ്പനീസ് കാനഡയിലോട്ടൊക്കെ ഔട്ട്സോഴ്സിങ് വർക്ക് കൊടുക്കാറുണ്ട്, അതൊരു എക്സാമ്പിളാണ്. ദെൻ ഹൊറിസോണ്ടൽ ഔട്ട്സോഴ്സിങ്. ഹൊറിസോണ്ടൽ ഔട്ട്സോഴ്സിങ് എന്ന് വെച്ചാൽ ഫങ്ഷൻ സെൻട്രിക് ആണ്. ഇവിടെ ചെയ്യുന്നത് ഒരേ ഫങ്ഷൻ തന്നെ പല ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്, പല കമ്പനീസിന് വേണ്ടിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഓക്കെ. ഈ പറയുന്ന ഹൊറിസോണ്ടൽ ഔട്ട്സോഴ്സിങ് ചെയ്യുന്ന BPO കമ്പനി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബിസിനസ് ഫങ്ഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ മാത്രം ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും. അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമായിരിക്കില്ല അക്കൗണ്ടിങ് ചെയ്യുന്നത്, പകരം എല്ലാ കമ്പനികൾക്കും വേണ്ടി അക്കൗണ്ടിങ് ചെയ്തു കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഈ കോൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചു, അതിപ്പോൾ BSNL വേണ്ടി മാത്രം ആയിരിക്കത്തില്ല അവർ ഔട്ട്സോഴ്സ് ചെയ്യുക, പകരമോ ബാക്കിയുള്ള എല്ലാ നെറ്റ്വർക്ക്സും ലൈക്ക് ജിയോയ്ക്ക് വേണ്ടിയിട്ട്, ഐഡിയയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ കസ്റ്റമർ കെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഔട്ട്സോഴ്സിങ് ചെയ്ത് വാങ്ങും. അതാണ് ഹൊറിസോണ്ടൽ ഔട്ട്സോഴ്സിങ്. ദെൻ കംസ് വെർട്ടിക്കൽ ഔട്ട്സോഴ്സിങ്. ഇവിടെയെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ വേണ്ട പല ഫങ്ഷൻസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. സെയിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ട എല്ലാവിധ ഫങ്ഷൻസും ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെയാണ് വെർട്ടിക്കൽ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നൊരു കമ്പനി ഉണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ ഔട്ട്സോഴ്സിങ് ആണ്. നൗ അഡ്വാൻറ്റേജസ് ഓഫ് BPO. ഈ BPO കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, അതുപോലെ മിനിമൈസേഷൻ ഓഫ് ടൈം, ദെൻ കോൺസെൻട്രേഷൻ ഓൺ കോർ ബിസിനസ്. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്താൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഔട്ട്സൈഡ് എക്സ്പെർട്ടൈസ്. നമ്മളുടേക്കാളും നല്ല എംപ്ലോയീസുള്ള പുറത്തുള്ള സ്ഥാപനത്തിൽ നിന്നും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഓരോ അഡ്വൈസ് വാങ്ങാനും അതനുസരിച്ച് നല്ല പ്രോഡക്ട്സ്, ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. ദെൻ എഫിഷ്യൻ്റ്ലി മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്സ്. കസ്റ്റമർ ഡിമാൻഡ്സ് നമുക്ക് സുഖമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ റവന്യൂ ഇൻക്രീസസ്. കൂടുതലും നല്ല രീതിയിൽ ഔട്ട്സോഴ്സ് ചെയ്താൽ റവന്യൂ എപ്പോഴും കൂടത്തേ ഉള്ളൂ, കാരണം ക്വാളിറ്റി കൂടുന്നുണ്ട് പ്രോഡക്റ്റിൻ്റെ. അതുപോലെ തന്നെ കസ്റ്റമർ റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ കുറയും, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതോടൊപ്പം റവന്യൂവും കൂടും. ദെൻ ആറാമത്തേത് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ് അഥവാ KPO.
ഇത് BPOയുടെ എക്സ്റ്റൻഷൻ ഒന്നും അല്ല. നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിൽ ചെയ്യുന്നത് വി ഔട്ട്സോഴ്സ് ദ നോളജ് വർക്ക് ഇൻ എ ഫീൽഡ് ഓഫ് ബിസിനസ്. നോളജുമായി റിലേറ്റ് ചെയ്ത വർക്കുകൾ പുറത്തൊരു കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെയാണ് KPO എന്ന് പറയുന്നത്. ഇതിന് ഹൈ എൻഡ് നോളജ് വർക്കാണ് നമ്മൾ പൊതുവെ കൊടുക്കാറ്. അതായത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് ഒക്കെ എടുക്കേണ്ട രീതിയിലുള്ള നോളജ് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഔട്ട്സോഴ്സ് ചെയ്യുക. ഇറ്റ് ഇൻക്ലൂഡ്സ് മാർക്കറ്റ് റിസർച്ച്, ഫിനാൻഷ്യൽ അനാലിസിസ് എക്സെട്ര. അതുപോലെ നോളജ് ആൻഡ് ഇൻ്റലക്ച്വൽ സർവീസസ് ഇനി പൊതുവേ അനലിറ്റിക്കൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് കൂടുതലായിട്ട് വേണം. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസിന് മാത്രമേ KPO സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്, സ്കിൽ ആസ് വെൽ ആസ് നോളജ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻറ്റ്, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് എക്സെട്ര. ഇപ്പോൾ ലീഗൽ അഡ്വൈസർ ആണെങ്കിൽ ലീഗൽ റിലേറ്റഡ്, ലോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു നല്ല അഡ്വക്കേറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ലീഗൽ അഡ്വൈസറായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ഫീച്ചേഴ്സ്. KPOയുടെ ഫീച്ചേഴ്സ് ഔട്ട്സോഴ്സിങ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് വർക്കാണ്. രണ്ടാമത്തത് ഇവിടെയും ഇറ്റ് ഓൾസോ സേവ്സ് മണി ആസ് വെൽ ആസ് ടൈം. ദെൻ ഹൈ എൻഡ് നോളജ് ആൻഡ് ഇൻ്റലക്ച്വൽ സർവീസസ് ആർ റിക്വയർഡ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Then core and complex knowledge work finds unable to perform are usually outsourced. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ വർക്ക്സ് അല്ലെങ്കിൽ നോളജ് റിലേറ്റഡ് വർക്ക്സ് ആണ് സാധാരണ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ BPO ആൻഡ് KPO. ഇത് രണ്ടും കണ്ടപ്പോൾ ചിലർക്കെങ്കിലും കുറച്ച് ഡൗട്ട്സ് വന്ന് കാണും. BPOയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണല്ലോ KPOയിലും ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുക. ആദ്യത്തേത് രണ്ടും ഔട്ട്സോഴ്സിങ് തന്നെയാണ്. BPOയുടെ കേസ് നോക്കാനാണെങ്കിൽ നോൺ കോർ അല്ലെങ്കിൽ നോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസ് ആണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. പക്ഷേ KPOയിലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ബിസിനസ് ഓപ്പറേഷൻസ് ആണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. BPOയിൽ ഇറ്റ് സേവ്സ് മണി ആൻഡ് ടൈം. അതേസമയം KPOയിലാണെങ്കിൽ സീക്ക് ദ സർവീസ് ഓഫ് എക്സ്പേർട്സ് ഇൻ സോൾവിങ് കോർ ബിസിനസ് പ്രോബ്ലംസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസ് എക്സ്പേർട്ടുകളിൽ നിന്ന് വാങ്ങുന്നതാണിവിടെ. ദെൻ BPOയ്ക്കാണെങ്കിൽ കൂടുതൽ നോളജിൻ്റെ ആവശ്യമില്ല. അതേസമയം KPO ആണെങ്കിൽ ആരാണോ KPO സർവീസ് കൊടുക്കുന്നത് ആ ആൾ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല രീതിയിൽ സ്പെസിഫിക് ഫീൽഡിൽ നോളജ് ഉണ്ടായിരിക്കണം, സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം. BPO ആണെങ്കിൽ ബിസിനസ് പ്രോസസ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ലൈക്ക് അക്കൗണ്ടിങ്, റിക്രൂട്ട്മെൻറ്റ് എക്സെട്ര. അതേസമയം KPO എന്ന് പറയുന്നത് നോളജ് പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ലൈക്ക് ലീഗൽ അഡ്വൈസറി സർവീസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, മാർക്കറ്റ് റിസർച്ച്, കൺസൾട്ടൻസീസ് എക്സെട്ര. BPOയ്ക്ക് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്, KPOയ്ക്ക് കോസ്റ്റ് കൂടുതലാണ്. കാരണം ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസിൻ്റെ അഡ്വൈസ് ഇവിടെ ആവശ്യമാണ് അല്ലെങ്കിൽ സർവീസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നമ്മൾ നേരത്തെ BPOയുടെ ഒരു 6 ടൈപ്സ് നോക്കിയായിരുന്നു. അതുപോലെ KPOയ്ക്കും ടൈപ്സ് ഉണ്ട്. 3 ടൈപ്സേ ഉള്ളൂ: LPO, RPO, EPO. LPO എന്ന് വെച്ചാൽ ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഇവിടെ ചെയ്യുന്നത് ഒരു ലോ ഫേം, നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ഓർഗനൈസേഷൻസിലും ചിലപ്പോൾ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ചില എലമെൻറ്റ്സ് ഓഫ് വർക്ക് പുറത്തുള്ളൊരു ലോ ഫേമിന് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ദെൻ RPO, റിസർച്ച് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് കുറേ ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അങ്ങനെയുള്ള കേസിൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ് RPO എന്ന് പറയുന്നത്. പല ഇൻഡസ്ട്രീസിനും സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നും പറഞ്ഞ്
ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റുകാർ ചില പ്രോസസ്സ് അല്ലെങ്കിൽ എൻറ്റയർ പ്രോസസ്സ് റിസർച്ച് പ്രോസസ്സൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഒന്നെങ്കിൽ മാർക്കറ്റ് റിസർച്ച്, അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റിസർച്ച്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫീൽഡുകൾ നമ്മൾ പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്യുന്നു, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഇ പി ഒ എന്ന് വെച്ചാൽ എൻജിനീയറിംഗ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ്. എൻജിനീയറിങ്ങുമായി റിലേറ്റ് ചെയ്ത് ചില ഘടകങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആർക്കിടെക്ചർ, എൻജിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലാണ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ക്യാഡ് റിലേറ്റഡ്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഒക്കെ പുറമേ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു മേജറായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണെങ്കിൽ അവർ കൺസ്ട്രക്ഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവിടുത്തെ ഡ്രോയിങ്ങുകൾ ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിൻ്റെ 3D അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്, പ്ലാൻ, വാല്യുവേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേറൊരു കമ്പനിക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിന് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അതുപോലെ സൈറ്റ് സർവീസ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ലാൻഡ്സ്കേപ്പ് ഡിസൈൻ, ഇതെല്ലാം പുറമെ നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. ഇത്രയുമാണ് KPOയുടെ കീഴിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഇവൻ്റ് എന്താ? ഇവൻ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ യുണീക്ക് മൊമെൻറ്റ് ഇൻ ടൈം ദാറ്റ് ഈസ് സെലിബ്രേറ്റഡ് ടു സാറ്റിസ്ഫൈ സ്പെസിഫൈഡ് നീഡ്സ്. നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയം ആഘോഷിക്കുന്നതാണ് ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ കേസിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ ഒത്തിരി കൂടുതലാണ്. അതുപോലെ നമ്മുടെ ആഘോഷങ്ങളും ഒത്തിരി കൂടി. കൊറോണ ടൈമല്ല, അല്ലാണ്ട് നോക്കാനാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ ചെയ്യുന്നത് ഏതാണോ ഇവൻറ്റ്, ആ ഇവൻറ്റ് ഫുള്ളി അവർ ഏറ്റെടുക്കുന്നു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ഭാവിയിൽ വരാവുന്ന പ്രോബ്ലംസ് മുൻകൂട്ടി കാണുന്നു. ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്, ഓഡിയൻസിന് വേണ്ട ഫുഡ് ഐറ്റംസ് എന്താണ്, റിക്വയർമെൻറ്റ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നു. ആ ഇവൻറ്റിൻ്റെ ഫുൾ ഡിസൈൻ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് ഈ വരുന്ന ഗസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നു. അവർക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും ഫുള്ളി അവിടെ വേണ്ട ടെക്നിക്കൽ ആസ്പെക്ട്സും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതെല്ലാമാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ വരുന്നത്. സോ A to Z of an event will be managed by the event management teams. സാധാരണ ഫെസ്റ്റിവൽസ്, സെറിമണീസ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഇവൻറ്റ്സ് ലൈക്ക് ബർത്ത്ഡേയ്സ്, വെഡ്ഡിങ്സ്, ദെൻ എൻഗേജ്മെൻറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് നമ്മൾ പുറത്ത് കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് ബിസിനസ് ഇവൻറ്റ്സും നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇതെന്ന് പറയാം. ഇവൻറ്റ് മാനേജ്മെൻറ്റിന് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, നെഗോഷിയേഷൻ, ബഡ്ജറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് സ്കിൽസ് ആവശ്യമാണ്. എല്ലാവർക്കും ഇവൻറ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ നെഗോഷിയേറ്റ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം. ബഡ്ജറ്റിങ്ങും ക്രിയേറ്റീവ് സ്കിൽസും ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത്രയുമാണ് എമേർജിങ് ഏരിയാസ് ഓഫ് ബിസിനസ് ഇൻ ദ സർവീസ് സെക്ടറിൽ വരുന്നത്. ഇതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് റിവ്യൂ ക്വസ്റ്റ്യൻസ് ആണിത്. ഇത് കൂടാതെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ക്ലാസ് റൂമിൽ. അതുകൂടെ ചെക്ക് ചെയ്യുക പഠിക്കുന്ന കൂട്ടത്തിൽ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ആസ് വെൽ ആസ് സെക്ഷൻ ഡി ക്വസ്റ്റ്യൻസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ 1 മാർക്കാണ്, സെക്ഷൻ ബി 2 മാർക്സ്, സെക്ഷൻ സി 4 മാർക്സ്, ദെൻ സെക്ഷൻ ഡി 15 മാർക്സ് എസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്കിംഗ് സ്കീംസ്. സോ ഇതോടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. Thank you.